മതസംഘടനകൾക്ക് വഴങ്ങി സർക്കാർ. സ്കൂൾ സമയമാറ്റത്തിൽ മതസംഘടനകളുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് 4:30 വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ചേംബറിലാണ് ചർച്ച. മദ്രസ വിദ്യാഭ്യാസ ബോർഡ് അംഗങ്ങളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സമസ്തയുടെ സമരപ്രഖ്യാപന ഭീഷണിക്ക് പിന്നാലെയാണ് സർക്കാർ ചർച്ചയ്ക്ക് വഴങ്ങിയത്. സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റത്തിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങിയിരിക്കുകയാണ് സമസ്ത. സർക്കാരിന് നൽകിയ പരാതി പരിഗണിക്കാത്തതിനെ തുടർന്നാണ് സമരത്തിലേക്ക് കടക്കുന്നതെന്ന് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ വ്യക്തമാക്കിയിരുന്നു. സ്കൂൾ സമയമാറ്റം മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കുമെന്നാണ് ഇവരുടെ വാദം. നിലവിൽ സർക്കാർ ഈ അധ്യയന വർഷം മുതൽ സ്കൂൾ സമയം പുതുക്കി 9:45 മുതൽ 4:15 വരെയാക്കിയാണ് ദീർഘിപ്പിച്ചിരിക്കുന്നത്. ചർച്ചകൾ വേണമെന്ന പല കോണുകളിൽ നിന്നും സമ്മർദ്ദമുയർന്നതോടെയാണ് സർക്കാരിന്റെയും നിലപാട് മാറ്റം. സമയം മാറ്റില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോഴും ഇവരുമായെല്ലാം ചർച്ചയ്ക്കൊരുങ്ങുകയാണ് വകുപ്പ്. മാനേജ്മെന്റ് പ്രതിനിധികളുമായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തും. 4:30 മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. സ്കൂൾ സമയമാറ്റം ഇല്ലെന്ന നിലപാട് സർക്കാർ പറയുമ്പോഴും സമരപ്രഖ്യാപനവുമായി സമസ്ത നിലപാട് കടുപ്പിച്ചതോടെയാണ് ചർച്ച വിളിച്ചിരിക്കുന്നത്. അതേസമയം സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച സംഘടിത മതസംഘടനകൾക്ക് സർക്കാർ വഴങ്ങിയാൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് BJP വ്യക്തമാക്കി. മതേതരത്വ ബോധം ലെവലേശമെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ ചർച്ചയിൽ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് പ്രസ്താവിച്ചു. പ്രീണന രാഷ്ട്രീയമാണ് കേരളത്തിന്റെ സമസ്ത മേഖലകളിലെയും തിരിച്ചടിക്ക് കാരണമെന്നും വിമർശനം ശക്തമാണ്. ജനം, തിരുവനന്തപുരം.